ഇപ്പൊ തന്നെ ഓണർക്ക് ഒരുപാട് ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് കള്ളവും പറഞ്ഞ് അഭിനയിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല സർ. എന്തിനാ ആവശ്യമില്ലാത്ത ഓരോ കാരണങ്ങൾ എന്റെ മേലിടുന്നത്? എന്താ നോക്ക്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്ന നല്ലത്. ഇല്ലെങ്കിൽ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കും. സർ, ദയവ് ഇതെന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കരുത്. ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ് സർ. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞാൻ എന്റെ മോളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ. പ്ലീസ് സർ. സർ, കടയിൽ ഞാൻ ഒന്നും പറയാതെ പോയത് എന്റെ തെറ്റ് തന്നെയാ സർ. പക്ഷെ ഈ തീപിടുത്തമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല സർ. എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ സർ? സർ, ഈ കട നന്നായിരിക്കണം, ഇവിടെ നല്ലോണം കച്ചവടം നടക്കണം. ഞാനിവിടെ ഒരുപാട് കാലം ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നതാ സർ. ദയവ് ചെയ്ത് ഇവിടെ നിന്നെ പിരിച്ചു വിടരുത് സർ. പ്ലീസ് സർ, പ്ലീസ് സർ, ഞാൻ കാല് പിടിച്ച് ചോദിക്കാം. ലാവണ്യ, പറ സർ. ഇവരുടെ കഴുത്തിന് പിടിച്ച് കടയുടെ പുറത്താക്ക്. ഇനി മേലാൽ ഇവിടെ നിഴല് പോലും ഈ കടക്കകത്ത് കണ്ടുപോകരുത്. സർ, 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 പ്ലീസ് സർ. എടി, നീ എന്താ ഓണർ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോവാൻ. സർ, പ്ലീസ് സർ. സർ, വേണ്ട. പ്ലീസ്. എത്ര തവണ പറഞ്ഞു നിന്നോട്? ഇനിയും കരയുന്നത് എന്തിനാ? എന്തിനാണ് നിൽക്കുന്നേ? ഓ, ഏയ്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് അവളുടെ കൂടെ പോണമെന്നുണ്ടോ? പോയി ജോലി ചെയ്യ്. എന്തായാലും നമ്മൾ രണ്ടുപേരും വിചാരിച്ചത് ഭംഗിയായിട്ട് നടന്നു. പാവം പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട് ആരാരോ പാടിയിടും താരാട്ടെന്നിൻ കൺമണിക്ക് ഏതേതോ നാളണയും കാണാനാൺ കിളി വഴിക്ക് രാവിൻ ചില്ലയിൽ പാവം പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട്